ആദ്യം കമ്മ്യൂണിസം സോഷ്യലിസം പറയണം. സോഷ്യലിസം പറഞ്ഞാലേ കമ്മ്യൂണിസം പറയാൻ കമ്മ്യൂണിസവും ഒന്നും നമ്മൾ പറയണം. ഞാൻ പറഞ്ഞുതരാം. അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി, ദാരിദ്ര്യത്തിൽ നിന്നും താഴെ തട്ടി കിടക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, ശബ്ദമില്ലാത്തൊരു വിഭാഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ശബ്ദിക്കാൻ വേണ്ടി, ഈ സ്പേസിൽ ഒരുവൻ്റെ മനസ്സിൽ തോന്നുന്ന മനുഷ്യൻ്റെ ഈ അവസ്ഥയെ കാണുമ്പോൾ ഒരുവന് ശബ്ദിക്കാൻ തോന്നിയാൽ അവിടെ കമ്മ്യൂണിസം ഉണ്ടാവുകയാണ്. ഞാനൊരു പാവപ്പെട്ടവനെ അധികാരത്തിൻ്റെ ലാത്തി ഉപയോഗിച്ചോ പണത്തിൻ്റെ ലാത്തി ഉപയോഗിച്ചോ ഒരുവൻ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ആ പാവപ്പെട്ടവന് വേണ്ടി എനിക്ക് സംസാരിക്കാൻ എൻ്റെ വാ അനങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ സഖാവായി മാറുകയാണ്. അപ്പോൾ ദാരിദ്ര്യം, അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദന, നിശബ്ദനാക്കപ്പെട്ടവൻ്റെ വേദന, ഈ വേദനയിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസം ഉണ്ടാവേണ്ടത്. ഈ കമ്മ്യൂണിസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മനുഷ്യരുണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരുപാട് റിയൽ കമ്മ്യൂണിസ്റ്റുകാർ സംസാരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രസ്ഥാനം ഇന്നിവിടെ നിലനിൽക്കുമ്പോൾ ഇപ്പുറത്ത് അടിച്ചമർത്തപ്പെട്ടവനില്ലെങ്കിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നവനില്ലെങ്കിൽ, ജാതീയമായി താഴ്ന്നവനില്ലെങ്കിൽ അവനെ ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടി മാറുന്നത് കൊണ്ടാണ് ഇവിടെ ജാതീയത നിലനിൽക്കുന്നത്.